പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള ഇൻ്റർനാഷണൽ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് മെർക്കൻറ്റലിസം ഈസ് എ എക്കണോമിക് തിയറി ദാറ്റ് അഡ്വക്കേറ്റ് ഫോർ ഗവൺമെൻറ് പോളിസി എയിം ടു at increasing national wealth through the promotion of export and accumulation of precious metals while restricting import. മെർക്കൻറ്റലിസം ഒരു എക്കണോമിക് തിയറിയാണ്. അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഗവൺമെൻറ് പോളിസി പറഞ്ഞാൽ ഇൻക്രീസിങ് നാഷണൽ വെൽത്ത്, നാഷണൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഏതിലൂടെയാണോ ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് ആൻഡ് അക്യുമുലേഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽസ്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടും പ്രീഷ്യസ് മെറ്റൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഒരു ആദ്യം എക്സ്പോർട്ടിനാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, ഇമ്പോർട്ട് എന്ത് ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് സർപ്ലസ്. ഇത് വളരെയധികം ഇമ്പോർട്ട് കൊടുക്കുന്നത് ട്രേഡ് സർപ്ലസ് ആണ്. ട്രേഡ് സർപ്ലസസ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് കൂടുതൽ, ഇമ്പോർട്ട് കുറവുമായിരിക്കണം. ആൻഡ് ദ അക്വിസിഷൻ ഓഫ് ബുല്യൻ ആസ് എ മെഷർ ഓഫ് നാഷണൽ എക്കണോമിക് സ്ട്രെങ്ത്. ഓക്കെ. Offer curve. An offer curve shows the quantity of one type of product that agent will export for each quantity of another type of product that it import. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഒരു രാജ്യം, ഒരു എക്കണോമിക് ഏജൻറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഈച്ച് ക്വാണ്ടിറ്റി ഓഫ് അനദർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ഇറ്റ് ഇമ്പോർട്ട്, അവർ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന കർവിനെ എന്ത് പറയാം, ഓഫർ കർവ് എന്ന് പറയാം. ഇത് ഓഫർ കർവ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് എഡ്ജ്വർത്തും മാർഷലുമാണ് ഇൻ്റർനാഷണൽ ട്രേഡ് പറയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഓഫർ കർവ്. അടുത്ത് ലേബർ തിയറി ഓഫ് വാല്യൂ. ദിസ് തിയറി അസോസിയേറ്റ് വിത്ത് ക്ലാസിക്കൽ എക്കണോമിക്സ് സജസ്റ്റ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഡിറ്റർമിൻഡ് ബൈ എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഇത് ക്ലാസിക്കൽ എക്കണോമിക്സ് കൊണ്ടതാണ്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ലേബർ ആവശ്യമായിട്ടുണ്ടോ അതിനുള്ള വാല്യൂവിനെ എന്ത് പറയുക, ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുക. ഇറ്റ് പോസിസ് ദാറ്റ് ലേബർ ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് ടൈം ഓർ എഫേർട്ട് ഈസ് ദ പ്രൈമറി ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്ത് ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്. ലേബറാണ് ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് ടൈമും അതിൻ്റെ എഫേർട്ടും. ഒരു സാധനം ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈമറി ഫാക്ടർ ലേബറാണ്. അടുത്ത ഫാക്ടർ എൻഡോമെൻറ്റ്. ഫാക്ടർ എൻഡോമെൻറ്റ് റെഫേഴ്സ് ടു ദ അവൈലബിലിറ്റി ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻഡർഷിപ്പ് വിത്തിൻ ദ കൺട്രി ഓർ റീജിയൻ. ഒരു രാജ്യത്ത് ഫാക്ടർ എൻഡോമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുക ഫാക്ടർ എൻഡോമെൻറ്റ് എന്ന് പറയുക. ഏതെങ്കിലും ഒരു ഫാക്ടർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ലേബർ എൻഡോഡ് കൺട്രി എന്ന് പറയും. ലേബറാണ് കൂടുതലെങ്കിൽ ലേബർ എൻഡോഡ് കൺട്രി എന്ന് പറയും. ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ എൻഡോമെൻറ്റ് കൺട്രി എന്ന് പറയും. ഓക്കെ. ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് കൺട്രീസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇനി ലിയോൻതിഫ് പാരഡോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എച്ചോ തിയറം ഉണ്ട്. എച്ചോ തിയറത്തിൽ പറയുന്നത് ഒരു രാജ്യം ലേബർ കൂടുതലുള്ള രാജ്യമാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് കമോഡിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നാൽ ലിയോൻതിഫ് അമേരിക്കയിൽ നടത്തിയിട്ടുള്ള, യുണൈറ്റഡ് സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്, എല്ലാവരും കരുതുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡിനാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണ്. പക്ഷേ ആക്ച്വലി അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് ഗുഡാണ്, ഇമ്പോർട്ടഡ് മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്. ദിസ് ഫൈൻഡിങ് കോൺട്രാഡിക്റ്റഡ് ദ പ്രഡിക്ഷൻ ഓഫ് ദ എച്ച്ഒ മോഡൽ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. എച്ച്ഒ തിയറിക്ക് എതിരുള്ള ഒരു പഠനമാണ് ഇത് ലിയോൻതിഫ് പാരഡോക്സ്. ഓക്കെ, വാസിലി ലിയോൻതിഫാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് അൾട്ടർനേറ്റീവ് ഫോർഗോൺ വെൻ എ ഡിസിഷൻ ഈസ് മെയ്ഡ്. ഒരു ഡിസിഷൻ മെയ്ഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി ഒഴിവാക്കേണ്ടി വരും. അതിനെന്തൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അവിടെ ഉണ്ടാകുന്ന ഒരു വാല്യൂവിനെ എന്ത് പറയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഇറ്റ് റെപ്രസെൻറ്റ് ദ കോസ്റ്റ് ഓഫ് ചൂസിങ് ടു പ്രൊഡ്യൂസ് വൺ ഗുഡ് ഓവർ അനദർ. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചൂസ് ചെയ്ത കോസ്റ്റ് വൺ ഗുഡ് ഓവർ അനദർ, ടേക്കിംഗ് ടു അക്കൗണ്ട് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ട്രേഡിങ് വിത്ത് ദ അതർ കൺട്രീസ്. ഓക്കെ. അപ്പോൾ അവിടെ അതിനൊരു പ്രധാന കാരണമുണ്ട്. അവരുടെ ഏതാണോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് മറ്റൊന്ന് നമ്മൾ ഫോർഗോൺ ചെയ്യുന്നുണ്ട്. അതിനെ എന്ത് പറയാം,
ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിനൊരു കാരണമുണ്ട്, അവർക്ക് അതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക. അടുത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം പറയുന്നത് ഒരു കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ അതർ കൺട്രീസ്. മറ്റൊരു രാജ്യത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന് എഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സ് ആയിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ക്യാൻ ലീഡ്സ് ടു മ്യൂച്വൽ ഗെയിൻ ഫ്രം ട്രേഡ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് രണ്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു എ എന്ന രാജ്യത്തിന് ആപ്പിളാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക. ബി എന്ന കൺട്രിക്ക് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എ എന്ന കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.